വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളിച്ചെയ്തവനായിട്ടുള്ള നല്ല ദൈവമേ, സുഖസ്ഥ പിതാവേ, മരണത്തിന്മേലും ജീവന്മേലും അധികാരമുള്ളവനായിട്ടുള്ള ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജനിക്കുവാനും ജീവിക്കുവാനും ഉള്ള ഭാഗ്യം അവിടെ നൽകി തരുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജനിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നു. അങ്ങയുടെ പദ്ധതി പ്രകാരം കർത്താവെ, ലോകത്തിൽ ചുരുങ്ങിയ ഒരായുസ് ചിലവഴിപ്പാനായിട്ട് അവിടെ ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ അവിടെ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനെ കൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നതായിട്ടുള്ള നാളുകളിൽ കർത്താവെ, ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷ ഞങ്ങളെ അവിടുന്ന് ഫലമേൽപ്പിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നതായിട്ടുള്ള വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. കഷ്ടതയും വേദനയും ദുഃഖവും ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത സ്വർഗീയ ഭവനത്തിലേക്ക് കർത്താവെ ഞങ്ങളെ വിളിച്ച് ചേർക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ അനുവാദമില്ലാതെ കർത്താവെ നീ ഞങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചടിപ്പിക്കുന്നുള്ള കർത്താവ്, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ചോദിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയാണ്, പ്രകൃതിയുടെ നിയമമാണ്. ദൈവവചന പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയം എന്ന് പറയുന്നത് മരണമാണല്ലോ. മരണത്തിലൂടെ ഞങ്ങൾ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളതായ ചിന്തയോടുകൂടെ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവെ, കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത സ്വർഗീയ ഭവനം താതൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ കർത്താവെ ആയിരിക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിലും താവെ, ഒന്നുമില്ലാത്തതായിട്ടുള്ള നിത്യ സൗഭാഗ്യം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള നാളുകൾ ഈ സ്വർഗീയ ഭവനത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായ കർത്താവെ, രക്ഷയുടെ അനുഭവത്തിൽ ആയിരിക്കുവാൻ കൊണ്ട് നീ ഞങ്ങളെ ഇവിടെ സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നതായിട്ടുള്ള ഈ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 87 വർഷക്കാലം ഈ ലോകത്തിൽ കർത്താവെ നീ കൊടുത്തതായിട്ടുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ കൊണ്ടുവരുന്ന കൃപ ചെയ്യുന്നോർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ വചനം പറയുന്നത് കർത്താവെ, ദാവീദ് പറയുന്ന 7 മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം വളരെ കഷ്ടതയും പ്രയാസവും നിറഞ്ഞതാണ്. എന്നാൽ അതിനൊക്കെ അതിജീവിച്ച് കർത്താവെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മകളെ നീ ഇവിടെ ഇടയാക്കിയ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിയുന്നില്ല എങ്കിലും കർത്താവെ, നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഒരുങ്ങി ഇരിപ്പാൻ തക്കവണ്ണം ഏത് നിമിഷവും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരുക്കത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥാനങ്ങളിലായിരുന്നായിട്ടുള്ള നിന്റെ മക്കളെ ഒക്കെ കൂട്ടി വരുത്തിയല്ലോ. താവെ, പ്രിയ അമ്മച്ചിക്ക് നല്ലൊരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഇവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയും ദുഃഖത്തിലുമായി കുടുംബത്തെ ഇവിടെ ആശ്വസിപ്പിക്കണമേ. നിത്യമായിട്ടുള്ള സമാധാനം നിന്റെ മക്കൾക്ക് അവിടെ നൽകണമേ. നിന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും തുടച്ചു മാറ്റി കർത്താവെ, ശാശ്വതമായ സന്തോഷവും
സാന്ത്വനവും നീ ഇവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ യാത്ര അയക്കുവാൻ കൊണ്ട് നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണമേ. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. തുറന്ന ഭവനത്തിൽ വെച്ചും ദേവാലയത്തിൽ വെച്ചും സെമിട്രിയിൽ വെച്ചും ഒക്കെയുള്ള ശുശ്രൂഷകളിൽ കർത്താവേ, നിന്റെ കൃപ അധികമായിട്ട് അനുഭവിപ്പാൻ കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ പ്രത്യാശയോടുകൂടെ ജീവന്റെ തുറമുഖത്ത് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളുടെ ക്രിസ്തുവിൽ ഞങ്ങളുടെ ആശ്രയം വെക്കുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. പൗലോസ് പുസ്തകം പറഞ്ഞ പോലെ, ഞാൻ ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും നീതിയുടെ കിരീടത്തിന് അർഹതയുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തോടും എല്ലാ ശുശ്രൂഷകളോടും പ്രത്യാശയോടുകൂടിയുള്ള എന്റെ മക്കളുടെ മുഴുവനുള്ള ജീവിതത്തോടും കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം അടിയൻ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പാമ്പഴിയോ നീണ്ട നടയോ കുറുതോ പാരം കരഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാ
ആശീർവാദം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനമെന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘ തൂണുകളാൽ അടിയാനേ എന്നും നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി നൽകിയ വിശ്രമത്തിനായിട്ട് സ്തോത്രം. ഈ പകലിൽ കർത്താവിന്റെ കൃപ അധികം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവ് ഈ വാത്സല്യ ഭവനത്തിൽ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ ഈ പകൽ സമയം അധികമായി കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട മാതാവിന് കൊടുത്ത ആയുസ്സിനായിട്ടും ദീർഘായുസ്സിനായിട്ട് സ്തോത്രം. വളരെ കർത്താവെ അനുഗ്രഹീതമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ഈ ഭവനത്തിൽ പാർക്കുവാൻ, ദൈവമേ തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ, ദൈവികമായ നന്മകൾ പ്രാപിപ്പാനൊക്കെ ദൈവം പ്രിയപ്പെട്ട മാതാവിന് സഹായിച്ചോ. സ്തോത്രം. വളരെ അധ്വാനിപ്പാനും കഷ്ടതകൾ സഹിക്കുവാനും ഒക്കെ ഇടയാക്കിയല്ലോ. എന്നാൽ കർത്താവെ എല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വനാക്കി ചെയ്യുവാനൊക്കെ കൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെ സഹായിച്ച വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിളിയുടെ ശബ്ദം കേട്ടങ്ങയുടെ സന്നിധിയിലേക്ക് ആത്മാവ് എത്തിച്ചേർന്നിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവെ പ്രത്യേകിച്ച് മാതാവിന്റെ നല്ല സേവനങ്ങളെയും മാതൃകളെയും നന്ദിപൂർവ്വം ഓർക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദുഃഖം അനുഭവിക്കുന്ന 7 മക്കളെ, അവരുടെ കുടുംബാളെ, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കുന്നു. എല്ലാവരുടെയും ദൈവത്തിന്റെ കൃപ പാരണമേ. സ്വർഗീയമായ സമാധാനം ആശ്വാസവും പകർന്നു നൽകണമേ. താവേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു താവേ കടന്നുപോക്കുണ്ട് എന്ന് ഓർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അതിനുവേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ് ജീവിതമെന്ന് ഓർക്കുവാൻ, ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ദിവസങ്ങളെന്ന് ഓർക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ദൈവമായ കർത്താവെ പ്രത്യേകിച്ച് തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളോട് ക്രമ വ്യാപരിക്കണം. വരേണ്ടവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടിവരുത്തണം. ദൈവത്തിന്റെ വചനം വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശയുടെ ഗീതങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വർഗീയമായ സമാധാനം പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളിൽ അധികമായിട്ട് അവിടെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷ ഓർക്കുന്നു. ഭവനത്തിൽ വെച്ചും ആലയത്തിൽ വെച്ചൊക്കെ താവേ സെമിത്തേരിൽ നടക്കുന്ന ശുശ്രൂഷകളെ എല്ലാവരും ഗ്രഹിക്കണമേ. എല്ലാം ധന്യമാക്കി തീർക്കണേ. പ്രത്യാശയോടും സമാധാനത്തോടും കർത്താവേ ധൈര്യത്തോടും കൂടെ ഭൗതിക ശരീരത്തോട് യാത്ര പറയാനായിട്ട് വലിയ കൃപ എല്ലാ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും തിരിച്ചു ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ദിവസമുണ്ട്, ഒരു അനുഭവം ഉണ്ടെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിപ്പാൻ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇടപാടുകൾ, കർത്താവിനുള്ള ബന്ധങ്ങൾ, മറ്റുള്ളവരുടെ ബന്ധങ്ങളൊക്കെ ശരിയാക്കുവാൻ ഈ നാളുകളിൽ സഹായിക്കണമേ. എല്ലാവരെയും തിരുസനെ ഏൽപ്പിക്കുന്ന സകലമാനവും മുഖത്ത് കൊടുത്തോട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമേ രാജ്യമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ക്ഷമിക്കണമേ. രാജ്യശക്തിയും ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും ശേഷാലി വാത്സല്യ ഭവനത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും കൂടി എൻ്റെ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തോടും തുടർന്ന് നടക്കേണ്ടതായ എല്ലാ ശുശ്രൂഷകളോടും കൂടെ എല്ലാം ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
അധ്യായം 13 മുതൽ 18 വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത് നിദ്ര കൊള്ളുന്നതിനെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശിക്ഷിക്കുന്നതിനായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാഴും പൂക്കളെ പോലെ, ഇന്നു കണ്ടു നാളെ വാഴും പൂക്കളെ പോലെ. മിത്രരാകെ നമ്മൾ തിരിഞ്ഞിനി പോകും, മാര്യമിത്രരാകെ നമ്മെ തിരിഞ്ഞിനി പോകും. 70 ഏറെയായ 80 മാത്രം, 70 ഏറെയായ 80 മാത്രം, നീളുമായു സതുദിനച്ചാൽ കഷ്ടത മാത്രം, നീളുമായു സതുദിനച്ചാൽ കഷ്ടത മാത്രം. ലോകമായു ഭൂമിൽ മധ്യേ ആശ്രയം തേടി, ലോകമായു ഭൂമിൽ മധ്യേ ആശ്രയം തേടി, ശോകക്കൊടും വെയിലയോ വീഴുന്നു വാടി, ശോകക്കൊടും വെയിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗ്ഗദേശം, ദൈവമക്കൾ നമുക്ക് സ്വർഗ്ഗദേശം, കേവലമീ പാരിടമോ വെറും പരദേശം, കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാകി ഉലകിൽ കാൺമതുമായ സുഖങ്ങൾ സകലവും മായ, സുഖങ്ങൾ സകലവും മായ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 21 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എന്റെ അടുത്ത്